അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു നിലാവ് ടോക്ക്. ഇൻഷാ അല്ലാഹ് 7ാമത്തെ ദിവസം ഒരു മനോഹരമായ കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ കഥ കഴിവിന്റെ പരമാവധി എല്ലാ ഫാമിലി ഗ്രൂപ്പിലും ഷെയർ ചെയ്യണം. കാരണം ഫാമിലി ഗ്രൂപ്പിൽ നമ്മുടെ ഈ നിലാവ് ടോക്കിൽ ഈ കഥ വളരെ ഉപകാരപ്പെടുന്നതാണ്. മുന്നൊരിക്കൽ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഈ നിലാവ് ടോക്കിൽ ബർക്കത്തിന് വേണ്ടി നമുക്ക് ഈ കഥ പറയാം. എന്താണെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് JK കാർ വാഷ് ആൻഡ് കോഫി ഷോപ്പ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ, ഗ്ലോബൽ റിഹാബിലിറ്റേഷൻ സെന്റർ, മൈസൂർ. അർഹമായ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. ആമീനിന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് കഥയിലേക്ക് കടക്കാം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് അസ്രായിലിനെ കണ്ടുമുട്ടാണ്. അസ്രായിലിനെ കണ്ടുമുട്ടിയ സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല അസ്രായിലെ എന്താണെന്ന് ഈ വഴിക്ക് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളത്. ഉടനെ തന്നെ അസ്രായിൽ പറഞ്ഞു, ദാവൂദ് നബിയെ, എനിക്കൊരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാനുണ്ട്. അപ്പൊ ഞാൻ ആ മനുഷ്യനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അസ്രായിലും ദാവൂദും കൂടിയിട്ട് ഇങ്ങനെ ദാവൂദ് നബിയും കൂടി സംസാരിക്കുന്നതിനിടയിൽ അസ്രായിൽ പറഞ്ഞു, അതാ ആ വരുന്ന മനുഷ്യന്റെ റൂഹിനെയാണ് പിടിക്കേണ്ടത്. പിന്നെ എന്താ പിടിക്കാൻ വൈകി പോകുന്നത്, പിടിച്ചൂടെ എന്ന് ദാവൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ അസ്രായിൽ പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റി ഇങ്ങനെ ഇടുന്ന സമയത്താണ് റൂഹിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. ഈ സംഭാഷണം അങ്ങനെ കഴിഞ്ഞു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വഴിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്രായിലും പോയി. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഇതേ സ്ഥലത്ത് വെച്ച് അസ്രായിലിനെ കണ്ടുമുട്ടുക. അപ്പൊ അന്ന് 20 വർഷങ്ങൾക്ക് ശേഷം അസ്രായിലിനോട് ദാവൂദ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല അസ്രായിലെ, ഇന്നിപ്പോ ആരുടെ റൂഹിനെ പിടിക്കാനാണ്? ഇതാ ഇന്നാലിന്നൊരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കേണ്ടതുണ്ട്, അയാൾ ഇപ്പൊ ഈ വഴിയിലൂടെ കടന്നു വരും. അങ്ങനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അസ്രായിലും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുക. അതാ ആ മനുഷ്യൻ കടന്നു വരുന്നു. ഉടനെ തന്നെ അസ്രായിൽ പറഞ്ഞു, ദാവൂദ് നബിയെ, അതാ ആ മനുഷ്യന്റെ റൂഹിനെയാണ് പിടിക്കാനുള്ളത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഞെട്ടിപ്പോയി. കാരണം 20 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ റൂഹിനെ നിങ്ങൾ പിടിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അന്ന് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതുമാണല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു? അപ്പോഴാണ് അസ്രായിൽ പറയുന്നത്, ദാവൂദ് നബിയെ, അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ സമയം കാത്തിരുന്നു. പെട്ടെന്നാണ് അള്ളാഹു എന്നോട് പറഞ്ഞത്, ജിബ്രീലെ, അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കണ്ട, അദ്ദേഹത്തിന് 20 വർഷത്തെ ആയുസ് ഞാൻ നീട്ടിക്കൊടുത്തിരിക്കുന്നു. കാരണം അദ്ദേഹം കുറച്ചു കാലങ്ങളായി പിണങ്ങി നിന്നിരുന്ന തന്റെ സഹോദരിയോട് വരുന്ന സമയത്ത് വീട്ടിൽ കയറിയിട്ട് അദ്ദേഹം ലോക്യമായിട്ടുണ്ട്, പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ട്. അതായത് കുറച്ചു കാലമായിട്ട് സ്വന്തം സഹോദരിയോട് പിണക്കമായിരുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് അവിടെ കയറിയിട്ട് സഹോദരിയോട് പൊരുത്തപ്പെടിയിച്ചു, തെറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധം ചേർത്തതിനാൽ സ്വന്തം സഹോദരിയോടുള്ള തെറ്റ് മാറ്റിവെച്ചിട്ട് അദ്ദേഹം ആ പിണക്കം മാറ്റിവെച്ചിട്ട് ലോക്യമായതിന്റെ പേരിൽ, കുടുംബ ബന്ധം ചേർത്തതിന്റെ പേരിൽ അയാൾക്ക് ഞാൻ 20 വർഷത്തെ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു അസ്രായിലെ എന്ന് അന്ന് എന്നോട് അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ റൂഹിനെ പിടിക്കാതെ പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഥ നമുക്ക് എത്ര വലിയ പാഠമാണ്. നമ്മളൊക്കെ എത്രയോ ആളുകൾ പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ട്, പിണങ്ങി നിൽക്കുന്നവരുണ്ട്. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയ വിഷയത്തിന്റെ പേരിൽ വർഷങ്ങളോളം പിണക്കമുള്ള കുടുംബങ്ങളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, അള്ളാഹു നമുക്ക് ആയുസ് കൂട്ടിത്തരണമെങ്കിൽ, ഭക്ഷണത്തിൽ വിശാലത നൽകണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം. അല്ലാതെ ചോർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അകന്ന് നിൽക്കല്ല വേണ്ടത്. കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് ആയുസ് ഉണ്ടാകും. ഈ മനുഷ്യൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹത്തിന്റെ ആയുസിന് അള്ളാഹു നീട്ടിക്കൊടുത്തില്ല. പിണങ്ങി നിന്ന സഹോദരിയുമായിട്ട് വീണ്ടും അദ്ദേഹം ലോക്യമായി ആ പിണക്കം മാറ്റി, തെറ്റൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ പോവാൻ തീരുമാനിച്ചുകൊണ്ട് പൊരുത്തപ്പെടിച്ചപ്പോ അള്ളാഹു 20 വർഷത്തെ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു എങ്കിൽ ഈ കഥയിൽ നമുക്ക് പാഠങ്ങളില്ലേ? നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ എത്ര പേരാണ് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും, എത്ര വലിയ വിഷയങ്ങൾക്കാണെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ മുഅ്മിനായ മനുഷ്യന്മാർ പിണങ്ങി നിൽക്കാൻ പാടോ? അത് നമ്മുടെ ഇബാദത്തിനെ നശിപ്പിക്കുന്നതല്ലേ, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതല്ലേ, നമ്മുടെ ആയുസ്സിനെ കുറക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കഥയിൽ നമുക്ക് പലതും പങ്കുവെക്കുവാനുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള അഭിപ്രായങ്ങൾ മനോഹരമായിട്ട് നിങ്ങൾ എഴുതുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പങ്കുവെക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കഥ കഴിവിന്റെ പരമാവധി ഫാമിലി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരുടെ തെറ്റുമാറ്റി വെച്ച് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ആയുസ് വർദ്ധിക്കുന്നു, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നു. അതിന് കാരണക്കാരായ നമുക്കും അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകും. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക.
മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.